നമസ്കാരം, ഞാൻ ഡോക്ടർ പാർസൻ പോൾ, പ്രൊഫസർ, മലബാർ ഡെന്റൽ കോളേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെന്റോഫേഷ്യൽ ഓർത്തോപെഡിക്സ്, അതായത് ദന്ത ക്രമീകരണ വിഭാഗം. എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, എത്ര വയസ്സിലാണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ദന്ത ക്രമീകരണ വിഭാഗത്തിൽ കാണിക്കേണ്ടത്? അതിന്റെ ശരിയായ ഉത്തരം 7.5 വയസ്സ് മുതൽ നമുക്ക് പല പല ട്രീറ്റ്മെന്റ്സുകളും ചെയ്യാവുന്നതാണ്. പല്ല് ഫിക്സ്ഡ് ആയിട്ട് കെട്ടുന്നത് 7.5 വയസ്സിൽ ചെയ്യില്ല, പക്ഷെ ഈ എല്ലിന്റെ ഘടന അല്ലെങ്കിൽ പല്ലിന്റെ ഘടന മാലക്രൂഷൻ കോസ് ചെയ്യാൻ പോകുന്നത് പ്രിവെന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 7.5 വയസ്സിൽ തൊട്ട് ഒരു 13 വയസ്സ് വരെ ചെയ്യാവുന്നതാണ്. അത് പലർക്കും അറിയില്ല. പലരും അത് 13 വയസ്സിന് ശേഷമാണ് പല്ല് കെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 13 വയസ്സിന് ശേഷമാണ് പലരും അത് കൊണ്ടുവന്ന് കാണിക്കാറ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ആ സമയത്ത് നമ്മുടെ എല്ലിന്റെ ഘടനയെ കറക്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് പിന്നീട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് ഒരുപാട് മോണ കാണിച്ചിട്ടുള്ള ചിരി, അല്ലെങ്കിൽ താടിയിൽ നീട്ടം കൂടുതൽ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് 13 വയസ്സിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പല പല റിമൂവബിൾ ടൈപ്പ് അപ്ലയൻസോ അല്ലെങ്കിൽ ഫിക്സ് ടൈപ്പ് അപ്ലയൻസോ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് പക്ഷെ നമുക്ക് ആ റൈറ്റ് ടൈമിൽ പേഷ്യൻസിനെ കിട്ടണം. പിന്നെ ഇപ്പൊ പലരുടെയും വേറൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പല്ല് കെട്ടുന്നതിന് പലയിടത്തും പല ചാർജ് അല്ലെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ അനുസരിച്ചിട്ട് ചാർജ് കാര്യങ്ങളൊക്കെ വേരി ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, ഈ ക്ലിയർ ആയിട്ടുള്ള ലൈനേഴ്സ്, അതായത് പല്ലിൽ കട്ട വെക്കാതെ തന്നെ നമുക്ക് പല്ല് നിരയിലാക്കാൻ പറ്റുമോ? എല്ലാ കേസുകളും ഒരു പക്ഷെ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു ദന്തക്രമീകരണ വിദഗ്ധനെ സമീപിച്ചതിന് ശേഷം അത് ചോദിക്കുകയാണെങ്കിൽ പല കേസുകളും നമുക്കത് വെച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ക്ലിയർ ലൈനർ തെറാപ്പി.